ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ DBയുടെ എക്സാം സിലബസിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഓൾറെഡി യാന്ത്രിക്കിൻ്റെയും GDയുടെയും സിലബസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വിട്ടുപോയൊരു സിലബസ് ആയിരുന്നു DBയുടെ സിലബസ്. സോ 10ാം ക്ലാസ് ലെവൽ CBSEക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് സാധാരണ DB എക്സാമിന് വരാറുള്ളത്. സോ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്കുള്ള റിട്ടൺ എക്സാമിൻ്റെ കോച്ചിങ് നൽകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കാൻഡില സ്റ്റഡി സർക്കിൾ എന്ന ഈ ചാനൽ. സോ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, പ്രധാനമായിട്ടും 5 ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്. നമ്മൾ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും ടോട്ടൽ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ദെൻ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സിലബസിലേക്ക് എടുത്തു ചെല്ലാം. ഫസ്റ്റത്തത് സയൻസ്. അപ്പോൾ സയൻസിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസിൽ നിന്നും വരുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് നേച്ചർ ഓഫ് മാറ്റർ, ദെൻ യൂണിവേഴ്സ്, അതിൽ പ്ലാനറ്റ്സ്, എർത്ത്, സാറ്റലൈറ്റ്, സണ്ണ്, ദെൻ ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. നേച്ചർ ഓഫ് മാറ്ററിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. പിന്നെ യൂണിവേഴ്സിൽ വരുന്നത് പ്ലാനറ്റ്സ്, എർത്ത്, സാറ്റലൈറ്റ്, സണ്ണ്. ദെൻ അടുത്ത ടോപ്പിക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. അപ്പം ഈ പറഞ്ഞതിൽ ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന ടോപ്പിക്ക് മാത്രമേ നമ്മളിപ്പോൾ എടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്കും ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ദെൻ അടുത്തത് നോക്കാം. ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ. ഇത് ഫിസിക്സിൽ നിന്ന് വരുന്ന ടോപ്പിക്സാണ്. അപ്പോൾ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷനും ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി, പവർ അതിൻ്റെയൊക്കെ ടോപ്പിക്ക് എടുത്തതാണ് നമ്മൾ ഓൾറെഡി. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതാണ്. അടുത്തതായിട്ട് വരുന്നത് ഹീറ്റ്, ടെമ്പറേച്ചർ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, മെഷർമെൻറ്റ് ഇൻ സയൻസ്, സൗണ്ട് ആൻഡ് വേവ് മോഷൻ, അറ്റോമിക് സ്ട്രക്ചർ. അപ്പം ഈ പറഞ്ഞതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എടുത്തതാണ്. ദെൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ്സ് എടുത്തതാണ്, സൗണ്ട് ആൻഡ് വേവ് മോഷൻ എടുത്തതാണ്. ദെൻ അറ്റോമിക് സ്ട്രക്ചർ എടുക്കാനുണ്ട്. നമ്മൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടും ഈ ഒരു സയൻസ് എന്ന ഭാഗത്ത് നമ്മൾ എടുക്കാനുണ്ട്. അത് ഓൾറെഡി അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മാത്തമാറ്റിക്സ് എന്ന് വരുന്ന ടോപ്പിക്സുകളാണ്. സോ നോക്കാം. ഒന്നാമത്തേത് മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ അഥവാ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി അത് എടുത്തതാണ്. ദെൻ അടുത്തത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. സോ റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് അൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ്, ദെൻ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്, ദെൻ സൈമുൾട്ടേനിയസ് ഇക്വേഷൻസ്, ബേസിക് ട്രിഗണോമെട്രി, അത് സിമ്പിൾ മെൻസുറേഷൻ, അത് ഏരിയ, വോളിയം ഒക്കെ കാണാനാണ്. ദെൻ ജിയോമെട്രി. അടുത്തത് വരുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൽ ആവറേജ്, മീഡിയൻ ആൻഡ് മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് കാണാനുണ്ട്. സിമ്പിൾ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും, പ്രോഫിറ്റ്, ലോസ്, ദെൻ പെർസെൻറ്റേജ്. അടുത്തത് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഒരു ബേസിക്കായിട്ട് നമ്മുടെ PSC കൂടാതെ തന്നെ SSC എക്സാമുകൾക്കൊക്കെ വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതൊരു CBSE ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേത് പാസേജാണ്. അപ്പോൾ ഒരു പാസേജ് തരും, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തരും, അതിൽ നമ്മൾ ഉത്തരം കണ്ടെത്തണം. അപ്പോൾ അതിൽ നിന്നൊരു 3-4 ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് പ്രിപ്പോസിഷൻസ് ആണ്. ദെൻ
കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അടുത്തത് ഒരു വോയിസിനെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനുണ്ടാവും. ദെൻ ആക്റ്റീവ് വോയിസ് വന്നിട്ട് പാസീവ് വോയിസിലോട്ടും മാറ്റാനുണ്ടാകും. അടുത്തത് ചേഞ്ച് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ്, അഥവാ ഈ ടാഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ദെൻ അടുത്തത് വെർബ്സ്, ടെൻസ്, നോൺ ഫൈനൈറ്റ്സ്, ദെൻ പങ്ക്ച്വേഷൻസ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്തത് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രേസൽ വെബ് ഫോർ എക്സ്പ്രഷൻ, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, മീനിങ്സ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്. ഇപ്പോൾ ഇവിടെ ഓരോ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നുണ്ട്. ദെൻ സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ രീതിയിൽ ഒരേ അർത്ഥം വരുന്നുള്ള പദങ്ങളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് വിളിക്കാറുള്ളത്. അത് ആൻറ്റോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ്, ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആൻറ്റോണിംസ് എന്ന് പറയാറുള്ളത്. ദെൻ മീനിങ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് വേർഡ് തരും, അതിൻ്റെ മീനിങ് നമുക്ക് ഓപ്ഷനിൽ തരും. അത് നമുക്ക് ഡയറക്റ്റ് ഉത്തരം ഏതാണ് പിക്ക് ചെയ്യാനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അടുത്തത് വരുന്നത് യൂസ് ഓഫ് അഡ്ജക്റ്റീവ്, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ, ദെൻ യൂസ് ഓഫ് പ്രോനൗൺസ്. ഇത്രയും ഭാഗത്തു നിന്നാണ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത്. ദെൻ നമുക്ക് GK എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയതെന്ന് നോക്കാം. ജനറൽ അവയർനെസ്സിൽ ആദ്യമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഒന്ന് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ സോയിൽസ്, റിവേഴ്സ്, മൗണ്ടെയ്ൻസ്, പോർട്ട്, ഇൻലാൻഡ്, ഹാർബേഴ്സ്. അടുത്തത് വരുന്നത് കൾച്ചർ ആൻഡ് റിലീജിയൻ, ഫ്രീഡം മൂവ്മെൻറ്റ്, ഇമ്പോർട്ടൻ്റ് നാഷണൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഹെറിറ്റേജ്, ആർട്സ് ആൻഡ് ഡാൻസ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന അധിക ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പല സംസ്ഥാനങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്, ഇമ്പോർട്ടൻ്റ് നാഷണൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ ആർട്ട് ആൻഡ് ഡാൻസ്. അടുത്തത് ഹിസ്റ്ററി, ഡിഫൻസ്, വാർസ് ആൻഡ് നെയ്ബേഴ്സ്, അവാർഡ്സ് ആൻഡ് ഓതേഴ്സ്, ഡിസ്കവറീസ്, ഡിസീസസ് ആൻഡ് ന്യൂട്രീഷൻ. ഇപ്പം ഹിസ്റ്ററി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് ഇവിടെ ചോദിക്കാറുള്ളത്. പിന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, പുതിയ എന്തെങ്കിലും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും. ദെൻ ഏറ്റവും ലേറ്റസ്റ്റായി കൊടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജസ്, ക്യാപിറ്റൽ ആൻഡ് കറൻസീസ്, കോമൺ നെയിംസ്, ഫുൾ ഫോംസ് ആൻഡ് അബ്രിവിയേഷൻസ്. അടുത്തത് വരുന്നത് എമിനൻ്റ് പേഴ്സണാലിറ്റീസ്, പിന്നെ നമ്മുടെ ദേശീയ പക്ഷി, ദേശീയ മൃഗം, ദെൻ സ്പോർട്സ്, ഫ്ലവർ, ആന്തം, സോങ്, ഫ്ലാഗ്, മൗണ്ടെയ്ൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. പിന്നെ GK ഉൾപ്പെടുത്തിയൊരു ടോപ്പിക്ക് സ്പോർട്സ് ആണ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ്, വിന്നേഴ്സ്, ടേംസ്, ദ നമ്പർ ഓഫ് പ്ലെയേഴ്സ്. അടുത്തത് റീസണിങ് എന്ന ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ടോപ്പിക്സ് നോക്കാം. ഒന്ന് സ്പേഷ്യൽ, ന്യൂമറിക്കൽ റീസണിങ് ആൻഡ് അസോസിയേറ്റീവ് എബിലിറ്റി, ദെൻ സീക്വൻസസ്, സ്പെല്ലിങ്സ്, അൺസ്ക്രാമ്പിളിങ്, കോഡിങ് ആൻഡ് ഡീകോഡിങ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളെ റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ അപ്പം നമ്മൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ DBയുടെ സിലബസാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ പേജിൽ നിന്നുള്ള സിലബസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പം പ്രധാനമായിട്ടും വരുന്നത് സയൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ്, ദെൻ മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്. സോ ഈ ഒരു DBയുടെ സിലബസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.